മാത്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് രേഖ. നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നിനി നമ്മൾ നോക്കാൻ പോകുന്നത് അതിന്റെ അടുത്തൊരു ഭാഗമാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫോട്ടോസിന്തസിസ്. ഓക്കെ, സോ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണെന്നും എന്തൊക്കെയാണ് അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഓക്കെ, സോ ഫോട്ടോസിന്തസിസ് അതിന്റെ റിയാക്ഷൻസ് അല്ലെങ്കിൽ ആ പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, അതിനുവേണ്ടി ലീഫ് എടുക്കുന്ന അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ ടുഡേ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫോട്ടോസിന്തസിസ്. പ്രധാനമായിട്ടും നമുക്ക് ഈ ഫാക്ടേഴ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്നും ഇന്റേണൽ ഫാക്ടേഴ്സ് എന്നും. ഓക്കെ, നമ്മൾ ട്രാൻസ്പിറേഷൻ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഇന്റേണൽ ഫാക്ടേഴ്സും ഉണ്ട് എന്നത്. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പ്ലാന്റിന്റെ ഉള്ളിൽ തന്നെയുള്ള ഫാക്ടേഴ്സുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്താണെന്ന് നോക്കാം. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് പ്രധാനമായിട്ടും 4 എണ്ണമാണ് ഉള്ളത്. First one is light intensity. Second one is the concentration of carbon dioxide. Third one is temperature. And the fourth one is water content. Okay. അപ്പോൾ ഏതൊക്കെയാണ് external factors 4 എണ്ണം? First one is light intensity. Second one is concentration of carbon dioxide. And the third one temperature. And the fourth one water content. Okay, ഈ 4 factors ആണ് external factors. So ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, ലൈറ്റിന്റെ ഇന്റൻസിറ്റി ഓഫ് സൺലൈറ്റ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഇന്റൻസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ്നെസ് ആണ്, തീവ്രത. ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശത്തിന്റെ എത്രത്തോളമാണ് അതിന്റെ എഫക്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്കറിയാം ലൈറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൺലൈറ്റ് എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് എന്താ പറയാ ഒരു റിക്വയർമെന്റ് ആണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കും ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടും തോറും ഫോട്ടോസിന്തസിസിന്റെ റേറ്റും കൂടണം. ഓക്കെ, അങ്ങനെ തന്നെയാണ്. ബട്ട് ടു ആൻ എക്സ്റ്റെന്റ്, ഒരു ലിമിറ്റ് വരെ തീർച്ചയായിട്ടും ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് ഫോട്ടോസിന്തസിസിന്റെ റേറ്റും കൂടുന്നുണ്ട്. ബട്ട് ടു എ ലിമിറ്റ് അല്ലെങ്കിൽ ടു ആൻ എക്സ്റ്റെന്റ്, ഒരു പരിധി വരെ മാത്രമേ അത് കൂടത്തുള്ളൂ. ആ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോസിന്തസിസിന്റെ റേറ്റ് കൂടില്ല, അത് സ്റ്റഡി ആയിട്ട് തന്നെ പോകും. അത് നമുക്ക് വളരെ ഈസിലി ആയിട്ട് ഒരു ഗ്രാഫിൽ നിന്നും കാണാൻ പറ്റും. ഓക്കെ, ആ ഗ്രാഫ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 73 6.3a എന്ന് പറയുന്ന ഗ്രാഫ് ഒന്ന് ശ്രദ്ധിക്കുക. ആ ഗ്രാഫിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവാൻ പറ്റും. അതിന്റെ എക്സ് ആക്സിസിൽ കാണിച്ചിരിക്കുന്നത് ഇൻക്രീസിംഗ് ലൈറ്റ് ഇന്റൻസിറ്റിയും അതിന്റെ വൈ ആക്സിസിൽ കാണിച്ചിരിക്കുന്നത് റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസുമാണ്. അപ്പൊ നിങ്ങൾക്ക് അത് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും, 0-യിൽ നിന്നും ഫോട്ടോസിന്തസിസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് ആ ഫോട്ടോസിന്തസിസിന്റെ റേറ്റും കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയാന്ന് മനസ്സിലാക്കുക? ആ കർവ് ഇൻക്രീസ് ചെയ്യാണ് അല്ലെ. അപ്പം ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് എന്തും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഫോട്ടോസിന്തസിസിന്റെ റേറ്റും ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ബട്ട് എസ് എന്ന് പറയുന്ന ഒരു പോയിന്റ് വരെ മാത്രമേ അത് ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം അതിന്റെ കർവിന് ലെങ്തിന് ഇൻക്രീസ് സംഭവിക്കുന്നില്ല, അതൊരു സ്റ്റഡി ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ അതെന്താ, അതിന്റെ അർത്ഥം എന്താണ്? ലൈറ്റ് ഒരു പെർട്ടിക്കുലർ ഇന്റൻസിറ്റി വരെ മാത്രമേ മാക്സിമം നന്നായിട്ട് ഫോട്ടോസിന്തസിസിന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുള്ളൂ. ലൈറ്റിന്റെ ഇന്റൻസിറ്റി ഒരു ലിമിറ്റ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, സോ അപ്പൊ ഇതിനോടൊപ്പം നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷനും കൂടി ഒന്ന് പറയാം. അതായത് നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ എക്സ്റ്റേണൽ ഫാക്ടർ ആണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ ലൈറ്റിന്റെ ഇന്റൻസിറ്റിയുമായിട്ട് റിലേറ്റഡ് ആണ്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ലൈറ്റിന്റെ ഇന്റൻസിറ്റി ഒരു പരിധിവരെ എത്തിക്കഴിയുമ്പോൾ ഫോട്ടോസിന്തസിസിന്റെ റേറ്റ് അവിടെ വെച്ച് സ്റ്റഡി ആയിട്ട് പോവുകയാണ്, പിന്നെ ഇൻക്രീസ് ചെയ്യുന്നില്ല, സ്റ്റഡി ആയിട്ട് പോവുകയാണ്. അതാണ് നമുക്ക് ഗ്രാഫ് എയിൽ കാണാൻ പറ്റുന്നത്. എന്നാൽ ഗ്രാഫ് ബി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ നോർമൽ ലെവലിൽ നിന്നും കുറച്ച് കൂടിക്കഴിഞ്ഞാൽ വീണ്ടും ഫോട്ടോസിന്തസിസിന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാം. നിങ്ങൾ ഗ്രാഫ് എ നോക്കൂ, അതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കാണിച്ചിരിക്കുന്നത് 0.02% ആണെന്ന്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കാണിച്ചിരിക്കുന്നത് 0.02% എന്നാണ്. എന്നാൽ ഗ്രാഫ് ബിയിൽ നോക്കാം, 0.05, അതായത് 0.02-ൽ നിന്നും 0.05-ലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ കൂടിയിട്ടുണ്ട്. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കൂടിയത് കൊണ്ട് വീണ്ടും ഫോട്ടോസിന്തസിസിന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അവിടെ ലൈറ്റിന്റെ ഇന്റൻസിറ്റി
സെയിം ആണെങ്കിൽ കൂടിയും കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷനിൽ വരുന്ന വേരിയേഷൻ കൊണ്ട് വീണ്ടും ആ ഫോട്ടോസിന്തസിസിന്റെ റേറ്റ് ഇൻക്രീസ്ഡ് ആയിട്ടുണ്ട്. ഇതാണ് ആ രണ്ട് ഗ്രാഫുകൾ തമ്മിലുള്ള കമ്പാരിസൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു ഇൻക്രീസ് എന്ന് പറയുന്നത് അത് വീണ്ടും അടുത്ത ഒരു എസ് എന്ന് പറയുന്ന പോയിന്റ് വരെ മാത്രമേ ഉള്ളൂ. ഓക്കെ, അതിനപ്പുറത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കൂടാൻ പറ്റില്ല. അതുപോലെ തന്നെ ലൈറ്റിന്റെ ഇന്റൻസിറ്റിയും. ഓക്കെ, അത് നിങ്ങൾക്ക് ബി എന്ന് പറയുന്ന ഗ്രാഫിൽ വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം 0.02 വരെ എത്തി നിന്ന കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷനിൽ ഫോട്ടോസിന്തസിസിന്റെ റേറ്റ് എസ് എന്ന് പറയുന്ന പോയിന്റ് വരെ ഇൻക്രീസ്ഡ് ആയി, അല്ലെങ്കിൽ എസ് ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് വരെ ഇൻക്രീസ്ഡ് ആയി. വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ 0.05ലേക്ക് ഇൻക്രീസ് ചെയ്തപ്പോൾ ആ ഫോട്ടോസിന്തസിസിന്റെ റേറ്റ് വീണ്ടും ഒന്നുകൂടി കൂടാൻ തുടങ്ങി. അത് വീണ്ടും അപ് ടു എ സെക്കൻഡ് പോയിന്റ്, അടുത്തൊരു പോയിന്റ് എത്തുന്നിടം വരെ മാത്രമാണ് ആ കൂടിയിട്ടുള്ളത്. ഓക്കെ, സോ അവിടെ വെച്ചിട്ട് വീണ്ടും ഫോട്ടോസിന്തസിസിന്റെ റേറ്റ് സ്റ്റഡിലി ആയിട്ട് പോവുകയാണ്. സോ ഇതാണ് ആ ഒരു ഇൻഫ്ലുവൻസ്, ലൈറ്റിന്റെ ഇന്റൻസിറ്റിയുടെയും അതുപോലെ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഇൻ കേസ് ഓഫ് ഓർ ഇൻ ദി എന്താ പറയുക ഡിപ്പെൻഡിങ് ഓൺ ഫോട്ടോസിന്തസിസ്. ഓക്കെ, സോ നമ്മളിനി പോകുന്നത് അടുത്ത എക്സ്റ്റേണൽ ഫാക്ടറിലേക്കാണ്. അടുത്ത എക്സ്റ്റേണൽ ഫാക്ടർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്. തീർച്ചയായിട്ടും നമുക്കറിയാം ടെമ്പറേച്ചർ ആവശ്യമാണ് ഫോട്ടോസിന്തസിസിന്, തീർച്ചയായിട്ടും ടെമ്പറേച്ചർ ആവശ്യമാണ്. ഓക്കെ, സോ ടെമ്പറേച്ചർ കൂടുമ്പോൾ തീർച്ചയായിട്ടും ഫോട്ടോസിന്തസിസും അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസിന്റെ റേറ്റും ഇൻക്രീസ്ഡ് ആകും. പക്ഷേ അതും ഈ പറഞ്ഞ കണക്ക് അപ് ടു എ ലിമിറ്റ്, ഒരു ലിമിറ്റ് വരെ മാത്രമേ ഇൻക്രീസ്ഡ് ആവത്തുള്ളൂ. ഓക്കെ, ആ ലിമിറ്റ് എത്രയാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ നോർമൽ ടെമ്പറേച്ചർ ആയ ഒരു 35 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും. ഓക്കെ, നമ്മുടെ ഒരു നോർമൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു നോർമൽ ടെമ്പറേച്ചർ നമ്മൾ പറയുന്നത് 35, 37 അപ് ടു 40, മാക്സിമം 40. അതുപോലെ തന്നെയാണ് പ്ലാന്റ്സിനും. അപ് ടു 35 ഡിഗ്രി സെൽഷ്യസ് എന്തായിരിക്കും ഫോട്ടോസിന്തസിസിന്റെ റേറ്റ് വളരെ എന്താ പറയാ വളരെ നല്ലതായിട്ട് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് നമുക്ക് പറയാം. 35 ഡിഗ്രി സെൽഷ്യസിനെയാണ് നമ്മൾ ഫോട്ടോസിന്തസിസിന് ആവശ്യമുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതായത് 35 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലായിരിക്കും വളരെ പീക്കായിട്ട് അല്ലെങ്കിൽ വളരെ കൂടുതലായിട്ട് ഫോട്ടോസിന്തസിസ് നടക്കാൻ സാധ്യതയുള്ളത്. അത് എത്ര വരെ നീണ്ടുപോകാം? അപ് ടു മാക്സിമം 40 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, 40 ഡിഗ്രി സെൽഷ്യസ് വരെ മാക്സിമം ഫോട്ടോസിന്തസിസ് നടക്കാം. അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല. അതിനപ്പുറത്തേക്ക് ടെമ്പറേച്ചർ കൂടിയാൽ സംഭവിക്കുന്നത് പ്ലാന്റിലെ എൻസൈംസ് ഡീനാച്ചുറഡ് ആയി പോകും. ഓക്കെ, എൻസൈംസ് എന്ന് പറയുന്നത് ഒരുപാട് ടെമ്പറേച്ചറിൽ ത്രൈവ് ചെയ്യാൻ കഴിയാത്ത സബ്സ്റ്റൻസുകളാണ്. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ കൂടി പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ടെമ്പറേച്ചർ കൂടിയാൽ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കൂടിയാൽ ഒരിക്കലും എൻസൈംസ് വർക്ക് ആവത്തില്ല. എൻസൈംസ് എന്ന് പറയുന്നത് ഒരുപാട് ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യാത്ത സബ്സ്റ്റൻസുകളാണ്. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കാം? എൻസൈംസ് ഡീനേച്ചർഡ് ആയി പോകാം. അപ്പോൾ ഒരു മാക്സിമം 40 ഡിഗ്രി സെൽഷ്യസ് വരെ മാത്രമേ ഫോട്ടോസിന്തസിസ് നടക്കത്തുള്ളൂ. അപ്പം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ അതിനെയും ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എൻസൈംസ് ഡീനേച്ചർഡ് ആയി പോകും. അതുകൊണ്ട് തന്നെ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സും സ്റ്റോപ്പ് ആകും. ഓക്കെ, സോ ഫോട്ടോസിന്തസിസിന് ആവശ്യമുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒപ്റ്റിമം എന്ന് പറയുന്നത് 35 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ഇനി ഈ ടെമ്പറേച്ചറിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരു കാര്യം കൂടി പറയണം. ടെമ്പറേച്ചറിന്റെ ഓരോ 10 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസിലും ഫോട്ടോസിന്തസിസിന്റെ റേറ്റ് ഡബിൾ ടൈംസ് കൂടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്താ നമ്മൾ പറഞ്ഞേ? ഓരോ 10 ഡിഗ്രി സെൽഷ്യസിന്റെ റൈസിലും ടെമ്പറേച്ചർ ഓരോ 10 ഡിഗ്രി സെൽഷ്യസ് കൂടുമ്പോഴും ഫോട്ടോസിന്തസിസിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഡബിൾ ആകും എന്ന് പറഞ്ഞാൽ ഇപ്പൊ 10 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ എന്ന് വിചാരിക്കുക. അപ്പോൾ ആ 10 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും കുറച്ച് ടെമ്പറേച്ചർ കൂടി അത് 20 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തി. അങ്ങനെ 20 ഡിഗ്രി സെൽഷ്യസിൽ എത്തി നിൽക്കുമ്പോൾ ആ ഒരു 10 ഡിഗ്രി കൂടി. അപ്പോൾ എത്രയായിരുന്നോ 10 ഡിഗ്രി സെൽഷ്യസിൽ ഫോട്ടോസിന്തസിസിന്റെ റേറ്റ്, അതിന്റെ ഡബിൾ ആയിരിക്കും 20 ഡിഗ്രി സെൽഷ്യസിലുള്ള റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഡബിൾ റേറ്റ് കൂടുന്നു. ഓക്കെ, ഡബിൾ ആകുന്നു റേറ്റ്. ഇനി 20 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 30 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തുന്ന ടൈം എടുക്കുമ്പോൾ, അതായത് ഏകദേശം ഒരു നൂണൊക്കെ ആകുമ്പോഴേക്കും ചൂട് കൂടുകയാണ്. അപ്പൊ 20 ഡിഗ്രിയിൽ നിന്നും 30 ഡിഗ്രി സെൽഷ്യസിലേക്ക് ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുമ്പോൾ വീണ്ടും ഫോട്ടോസിന്തസിസിന്റെ റേറ്റ് 2 മടങ്ങ് കൂടുകയാണ്, ഡബിൾ ടൈംസ് കൂടുകയാണ്, 2 ടൈംസ് കൂടുകയാണ്. ഓക്കെ, ഇത് എത്ര വരെ പോകും? അപ് ടു 40, മാക്സിമം 40 ഡിഗ്രി സെൽഷ്യസ് വരെ മാത്രമേ ഈ ഒരു ഇൻക്രീസ് ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, ഇങ്ങനെയാണ് ഫോട്ടോസിന്തസിസിന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് അപ് ടു മാക്സിമം 40 ഡിഗ്രി സെൽഷ്യസ്. ബിക്കോസ് after 40 degree Celsius the enzymes become denatured. Okay, so ഇതാണ് ടെമ്പറേച്ചറിന്റെ
ഫോട്ടോസിന്തസിസിലുള്ള ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ ഇനിഷ്യലി കൂടുമ്പോൾ ഫോട്ടോസിന്തസിസിന്റെ റേറ്റും കൂടുന്നു, ബട്ട് ടു എ ലിമിറ്റ്, ഒരു എക്സ്റ്റെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ എൻസൈംസ് ഡീനാച്ചർ ആയി പോകുന്നത് കൊണ്ട് പിന്നീട് ഫോട്ടോസിന്തസിസ് പോസിബിൾ ആകുന്നില്ല. ഓക്കെ, സോ ഇനി നമ്മൾ പോകുന്ന അടുത്ത ഫാക്ടർ ആണ് വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, വാട്ടർ കണ്ടന്റിന്റെ കാര്യം നമ്മൾ എന്താ പറയുന്നത്? വാട്ടർ എന്ന് പറയുന്നത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. ഫോട്ടോസിന്തസിസിന് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ടറിന്റെ സ്കേഴ്സിറ്റി ഉണ്ടാവുകയാണെങ്കിൽ, വാട്ടറിന്റെ സ്കേഴ്സിറ്റി പ്ലാന്റിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് ഫോട്ടോസിന്തസിസിന്റെ റേറ്റിനെയും ബാധിക്കാം. ഓക്കെ, സോ എങ്ങനെയൊക്കെയാണ് വാട്ടർ സ്കേഴ്സിറ്റി ഉണ്ടാവുക? സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ കുറവാണ്. അപ്പൊ വാട്ടർ സ്കേഴ്സിറ്റി ഉണ്ടാകാനുള്ള രണ്ട് ചാൻസസ് എന്ന് പറയുന്നത്, ഒന്ന് റൂട്ടിന് മാക്സിമം വെള്ളത്തിനെ അബ്സോർബ് ചെയ്യാൻ പറ്റാതെ വരുന്നു, അബ്സോർപ്ഷൻ ഓഫ് റൂട്ട്സ് കുറയുന്നു. ഓക്കെ, അബ്സോർപ്ഷൻ ബൈ റൂട്ട്സ് കുറയുന്നു, വാട്ടറിന്റെ അബ്സോർപ്ഷൻ കുറയുന്നത് വാട്ടർ സ്കേഴ്സിറ്റിക്ക് കാരണമാകാം. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്പിറേഷൻ. എക്സസീവ് ആയിട്ട് ട്രാൻസ്പയർ ചെയ്യുമ്പോൾ അങ്ങനെയും അമിതമായി വെള്ളം നഷ്ടപ്പെടാം പ്ലാന്റിൽ നിന്ന്. ഓക്കെ, സോ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് എന്ത് സംഭവിക്കാം? പ്ലാന്റിന്റെ ക്വാണ്ടിറ്റി കുറയാം. ഓക്കെ, സോറി, വാട്ടറിന്റെ ക്വാണ്ടിറ്റി പ്ലാന്റിൽ കുറയാം. സോ അങ്ങനെ ഒരു ടൈം വരുവാണെങ്കിൽ എന്ത് സംഭവിക്കാം? അത് ഫോട്ടോസിന്തസിസിനെ നെഗറ്റീവ്ലി ബാധിക്കാം. ഓക്കെ, ഫോട്ടോസിന്തസിസിന്റെ റേറ്റ് കുറയാനായിട്ട് കാരണമാകാം. ഓക്കെ, പിന്നെ പറയുന്നത് നമ്മൾ റൂട്ട് അബ്സോർബ് ചെയ്യുന്ന വാട്ടറിന്റെ 1% മാത്രമേ പ്ലാന്റ് യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ എന്നാണ്. ഓക്കെ, റൂട്ട് അബ്സോർബ് ചെയ്യുന്ന വാട്ടറിന്റെ 1% മാത്രം മതി പ്ലാന്റിന്, ബാക്കിയെല്ലാം പ്ലാന്റ് എക്സ്പ്ലോർ ചെയ്യുകയാണ്. ഓക്കെ, ട്രാൻസ്പയർ ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗങ്ങളിലൂടെ പുറത്തേക്ക് കളയുകയാണ്. ഓക്കെ, സോ ഇത്രയുമാണ്, ഈ 4 ഫാക്ടേഴ്സ് ആണ് ദ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് വിച്ച് ഡിപ്പെൻഡ്സ് ഫോട്ടോസിന്തസിസ്. ഓക്കെ, ഓർ അഫക്ട് ഫോട്ടോസിന്തസിസ്. അപ്പൊ ഏതൊക്കെയാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്? ലൈറ്റ് ഇന്റൻസിറ്റി, കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, ടെമ്പറേച്ചർ, ആൻഡ് ദെൻ നമ്മളിപ്പോൾ പറഞ്ഞ വാട്ടർ കണ്ടന്റ്. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ഇന്റേണൽ ഫാക്ടേഴ്സിലേക്കാണ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കഴിഞ്ഞു, ഇനി നമ്മൾ നോക്കുന്നത് ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, സോ ഇന്റേണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് പറയാം. ക്ലോറോഫിൽ കണ്ടന്റ്, അതൊരു ഇന്റേണൽ ഫാക്ടർ ആണ്. അതുപോലെ തന്നെ ദ ക്വാണ്ടിറ്റി ഓഫ് പ്രോട്ടോപ്ലാസത്തിന്റെ ക്വാണ്ടിറ്റിയും ഒരു ഇന്റേണൽ ഫാക്ടർ ആണ്. അതുപോലെ തന്നെ മറ്റൊരു ഇന്റേണൽ ഫാക്ടർ ആണ് സർഫസ് ഓഫ് ലീഫ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ആദ്യം ഓരോന്നായിട്ട് നോക്കാം. ദ ഫസ്റ്റ് വൺ ഇസ് ക്ലോറോഫിൽ. ക്ലോറോഫിലിന്റെ കാര്യം പറയുന്നത്, നമുക്കറിയാം ക്ലോറോഫിൽ എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പിഗ്മെന്റ് ആണ്. ഓക്കെ, ക്ലോറോഫിലിന്റെ ഫംഗ്ഷൻ എന്താ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാ. വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ക്ലോറോഫിൽ ഇൻ ഫോട്ടോസിന്തസിസ്? ടു ട്രാപ്പ് സോളാർ എനർജി. സോളാർ എനർജി അല്ലെങ്കിൽ സൺലൈറ്റിനെ ട്രാപ്പ് ചെയ്യുക അല്ലെങ്കിൽ പിടിച്ചെടുക്കുക, അബ്സോർബ് ചെയ്യുക എന്നുള്ള ഫംഗ്ഷൻ ആണ് ക്ലോറോഫിലിനുള്ളത്. ഓക്കെ, സോ ക്ലോറോഫിൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പിഗ്മെന്റ് ആണ് ഫോട്ടോസിന്തസിസിൽ. അതുകൊണ്ട് തന്നെ ക്ലോറോഫിലിന്റെ ഡെഫിഷ്യൻസി, പ്ലാന്റിൽ ക്ലോറോഫിൽ ആവശ്യത്തിനില്ല എങ്കിൽ അത് തീർച്ചയായിട്ടും ഫോട്ടോസിന്തസിസിനെ നെഗറ്റീവ്ലി ബാധിക്കാം. ഓക്കെ, അതായത് ഫോട്ടോസിന്തസിസിന്റെ റേറ്റ് കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ക്ലോറോഫിൽ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് സോളാർ എനർജി ട്രാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഫോട്ടോസിന്തസിസ് ആവശ്യമാണ് ക്ലോറോഫിലിന്റെ കണ്ടന്റ് കുറയുമ്പോൾ അത് ഫോട്ടോസിന്തസിസിനെ ബാധിക്കാം. ഓക്കെ, രണ്ടാമത്തെ ഫാക്ടർ ആണ് പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് പ്രോട്ടോപ്ലാസം? പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിൽ കാണുന്ന സൈറ്റോപ്ലാസത്തിന്റെയും ന്യൂക്ലിയോപ്ലാസത്തിന്റെയും കൂടി സമ്മിനെയാണ് നമ്മൾ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. ഓക്കെ, എന്താ പറഞ്ഞേ? പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിൽ കാണുന്ന സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ എന്താ? സെൽ ഓർഗനലുകളെല്ലാം കിടക്കുന്ന ഫ്ലൂയിഡിനെയാണ് നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ആ സൈറ്റോപ്ലാസത്തിന്റെയും അതുപോലെ ന്യൂക്ലിയോപ്ലാസം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിനകത്തുള്ള ഫ്ലൂയിഡ് ആണ് ന്യൂക്ലിയോപ്ലാസം. ഇത് രണ്ടുകൂടെ ആഡ് ചെയ്യുന്നതാണ് പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രോട്ടോപ്ലാസത്തിന് കുറവ് സംഭവിച്ചാൽ അത് ഫോട്ടോസിന്തസിസിനെ നെഗറ്റീവ്ലി ബാധിക്കാം. ഡീഹൈഡ്രേഷൻ ഓഫ് ദ പ്രോട്ടോപ്ലാസം റെഡ്യൂസസ് ദ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്. പ്രോട്ടോപ്ലാസത്തിന്റെ എമൗണ്ട് കുറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഫോട്ടോസിന്തസിസിന്റെ റേറ്റിനെ കുറയ്ക്കും. ഓക്കെ, അപ്പൊ എങ്ങനെയായിരിക്കാം? അല്ലെങ്കിൽ എന്താ പ്രോട്ടോപ്ലാസത്തിന് കുറവ് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാട്ടർ കണ്ടന്റ് ഒക്കെ നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളതാണ്. അപ്പൊ പ്രോട്ടോപ്ലാസം കുറയുന്നതനുസരിച്ച് ഫോട്ടോസിന്തസിസിന്റെ റേറ്റും കുറയാം. ഇനി അതുപോലെ തന്നെ സെല്ലില് അല്ലെങ്കിൽ അതിന്റെ പ്രോട്ടോപ്ലാസത്തില് കാർബോഹൈഡ്രേറ്റ് അമിതമായിട്ട് അക്യുമുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്തും എന്ത് സംഭവിക്കും? ഫോട്ടോസിന്തസിസിന്റെ റേറ്റ് ഡിക്രീസ്ഡ് ആകും അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ആകും. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ ഫോട്ടോസിന്തസിസിന്റെ പ്രോഡക്റ്റ് ആയ ഷുഗർ മോളിക്യൂൾസ് ഉണ്ടല്ലോ, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഇതൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ്. ഇതൊക്കെ സെല്ലിൽ അമിതമായിട്ട് അടിഞ്ഞു കൂടുകയാണെങ്കിൽ, അതായത് അതിന്റെ പ്രോപ്പർ പ്ലേസിൽ പോയി സ്റ്റാർച്ച് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇത് സെല്ലിൽ തന്നെ അല്ലെങ്കിൽ ലീഫിൽ തന്നെ അത് അക്യുമുലേറ്റ് ചെയ്യും. ആ അവസ്ഥ അതിനെയാണ് നമ്മൾ പറയുന്നത്
എന്താ പറയുക അക്യുമുലേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ് എന്ന് സെല്ലിൽ തന്നെ ആ ഗ്ലൂക്കോസ് ഒക്കെ അടിഞ്ഞു കൂടുന്നു. എപ്പോ കറക്റ്റ് ആയിട്ട് അതിന്റെ ഒറിജിനൽ പാർട്ടിൽ പോയിട്ട് റൂട്ടിലോ സ്റ്റെമിലോ ഒക്കെ പോയി സ്റ്റാർച്ചിന്റെ രൂപത്തിൽ സ്റ്റോർ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ആ ടൈമിലും എന്ത് സംഭവിക്കാം, ഫോട്ടോസിന്തസിസിന്റെ റേറ്റ് കുറയാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ രണ്ട് ഫാക്ടേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്, ക്ലോറോഫില്ലും അതുപോലെ തന്നെ പ്രോട്ടോപ്ലാസവും. ഇതിന്റെ രണ്ടിന്റെയും കുറവ് എന്തിന് കുറയ്ക്കാം, റേറ്റ്, ഫോട്ടോസിന്തസിസിന്റെ റേറ്റിനെ കുറയ്ക്കും. ഓക്കെ, ഇനി നമ്മൾ പറയുന്ന മൂന്നാമത്തെ ഫാക്ടർ ആണ് സ്ട്രക്ചർ ഓഫ് ലീഫ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രക്ചർ ഓഫ് ലീഫ് എന്ന് പറയുമ്പോൾ ക്യൂട്ടിക്കിളിന്റെ കാര്യം നമുക്ക് പറയാം. ലീഫിന്റെ സ്ട്രക്ചർ ആണ്, ഘടനയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് നമുക്ക് ക്യൂട്ടിക്കിൾ, അതായത് തിക്നെസ് ഓഫ് ദ ക്യൂട്ടിക്കിൾ നമ്മൾ പറഞ്ഞായിരുന്നു. ക്യൂട്ടിക്കിളിന്റെ തിക്നെസ് എന്ത് ചെയ്യണം, കുറഞ്ഞിരിക്കണം, തിക്നെസ് കൂടാൻ പാടില്ല, കാരണം സൺലൈറ്റിന് ഈസിലി പെനെട്രേറ്റഡ് ആകണം. അപ്പൊ തിക്നെസ് ഓഫ് ദ ക്യൂട്ടിക്കിൾ, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റയുടെ ഡിസ്ട്രിബ്യൂഷൻ, സ്റ്റൊമാറ്റയും എന്ത് തന്നെ ആയിരിക്കണം, കൂടുതൽ തന്നെ ആയിരിക്കണം, സ്റ്റൊമാറ്റയുടെ നമ്പറും കൂടുതലായിരിക്കണം. ഓക്കെ, ഗേഷ്യസ് എക്സ്ചേഞ്ച് വളരെ നന്നായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റൊമാറ്റയുടെ നമ്പർ കൂടുതലായിരിക്കണം. അപ്പൊ ഈ രണ്ട് കാരണങ്ങളാണ്, അല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ സ്ട്രക്ചർ ഓഫ് ലീഫ് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ്. അപ്പൊ സ്ട്രക്ചർ ഓഫ് ലീഫിൽ നമ്മൾ പറഞ്ഞ രണ്ട് കാരണങ്ങൾ എന്ന് പറയുന്നത് thickness of the cuticle അല്ലെങ്കിൽ thickness of the cuticle, പിന്നെ രണ്ടാമത്തെന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്റ്റൊമാറ്റ. ഓക്കെ, സോ ഈ മൂന്ന് ഫാക്ടേഴ്സ് ആണ് ഇന്റേണൽ ഫാക്ടേഴ്സിൽ വരുന്നത്. ഓക്കെ, സോ ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് the total factors affecting photosynthesis, external factors and internal factors. Okay, so ഇനി നമ്മൾ നോക്കുന്നത് ചില പ്ലാന്റ്സ് നൈറ്റിലും എന്താ പറയാ ഓക്സിജനെ റിലീസ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം പ്ലാന്റ്സ് ഓക്സിജനെ റിലീസ് ചെയ്യുന്നത് ഫോട്ടോസിന്തസിസ് നടക്കുന്ന ടൈമിലാണ്. രാത്രിയിൽ പ്ലാന്റ്സ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് റെസ്പിറേഷൻ ആണ്. സോ പിന്നെ അപ്പൊ എങ്ങനെയാണ് അവർക്ക് രാത്രിയിൽ ഓക്സിജനെ റിലീസ് ചെയ്യാൻ കഴിയുന്നത്? ചില പ്ലാന്റ്സിന് രാത്രിയിൽ ഓക്സിജനെ റിലീസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ബിക്കോസ് അവർ ഫോട്ടോസിന്തസിസിന്റെ ചില സ്റ്റേജസ് നൈറ്റിലായിരിക്കും ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള സ്പെഷ്യൽ ഫോട്ടോസിന്തറ്റിക് പാത്വേ ഉള്ളതിനെ പ്ലാന്റ്സിനെ വിളിക്കുന്നതാണ് ക്യാം പ്ലാന്റ്സ് അല്ലെങ്കിൽ ക്യാം ഫോട്ടോസിന്തറ്റിക്, CAM, ക്യാം ഫോട്ടോസിന്തറ്റിക് പാത്വേ എന്ന് പറയുന്നത്. സോ ഇത്തരം പാത്വേസ് കാണിക്കുന്നത് ഡെസേർട്ട് പ്ലാന്റ്സ് പോലെയുള്ള പ്ലാന്റുകളായിരിക്കും. അതുപോലെ തന്നെ അലോവേര, തുളസി, നീം, പീപ്പിൾ തുടങ്ങിയ പ്ലാന്റുകളും ഈ ഒരു ക്യാം പാത്വേ കാണിക്കാറുണ്ട്. ഓക്കെ, സോ കാരണം എന്താ വെച്ചാൽ പകൽ ടൈമിൽ അവർക്ക് എന്താ പറയാ ഒരുപാട് സ്റ്റൊമാറ്റോ ഒന്നും ഓപ്പൺ ആക്കി വെക്കാൻ പറ്റത്തില്ല. അവർക്ക് വാട്ടർ കണ്ടന്റ് കളയാനില്ല, വാട്ടർ കണ്ടന്റ് ലോസ് ചെയ്യാനില്ല, വാട്ടർ അവർക്ക് പ്രിസർവ് ചെയ്യണം. അങ്ങനെയുള്ള പ്ലാന്റ്സ് ഡേ ടൈമിൽ എന്ത് ചെയ്യും, സ്റ്റൊമാറ്റോ അധികം ഓപ്പൺ ചെയ്യത്തില്ല. സോ എന്ത് ചെയ്യും, അവര് ആവശ്യത്തിനുള്ള സൺലൈറ്റ് ഒക്കെ എടുത്ത് സ്റ്റോർ ചെയ്ത് കൺവേർട്ട് ചെയ്ത് വെക്കുന്നു. നൈറ്റ് ടൈമിലായിരിക്കും അവരുടെ പാത്വേ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നൈറ്റ് ടൈമിൽ പാത്വേ കണ്ടക്ട് ചെയ്യുമ്പോൾ ആ ഓക്സിജന്റെ റിലീസ് ഉണ്ടാവുന്നത് നൈറ്റ് ടൈമിലായിരിക്കും. അങ്ങനത്തെ സ്പെഷ്യൽ ഫോട്ടോസിന്തറ്റിക് പാത്വേ ആണ് ക്യാം പാത്വേ എന്നത്. ഓക്കെ ആണല്ലോ. സോ ഇനി നമ്മൾ പറയുന്നത് അടുത്ത ഒരു പോർഷനിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ പോവാണ്. എക്സ്പെരിമെന്റ്സ് ഓൺ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന എക്സ്പെരിമെന്റ്സ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സ്പെഷ്യൽ പ്ലാന്റ്സ് ആണ് ക്യാം പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എക്സ്പെരിമെന്റ്സ് ഓൺ ഫോട്ടോസിന്തസിസ് ആണ്. ഓക്കെ, ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സിന് ഇന്ന റിക്വയർമെന്റ്സ് ഉണ്ട്. അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമുണ്ട്, വാട്ടർ ആവശ്യമുണ്ട്, സൺലൈറ്റ് ആവശ്യമുണ്ട്, ക്ലോറോഫിൽ ആവശ്യമുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ ഇതൊക്കെ നമുക്ക് ഇനി എങ്ങനെ ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഇതൊന്ന് എക്സാമിൻ ചെയ്യാം. അതായത് ഈ പറഞ്ഞ റോ മെറ്റീരിയൽസ് ഒക്കെ തന്നെ ഫോട്ടോസിന്തസിസിന് ആവശ്യമുള്ളതാണ് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതിനുള്ള ചില എക്സ്പെരിമെന്റ്സ് ആണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടു ടെസ്റ്റ് ഫോർ സ്റ്റാർച്ച് ടെസ്റ്റ് ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഓക്കെ, സോ അതിനു മുൻപ് എന്തിനാണ് ഈ സ്റ്റാർച്ച് ടെസ്റ്റ് ചെയ്യുന്നത് എന്നറിയണം. അതായത് സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ നമ്മളറിയാം എന്താണ്, ലീഫിൽ അല്ലെങ്കിൽ പ്ലാന്റിൽ കാണപ്പെടുന്ന സ്റ്റോർഡ് ഫോമിനെയാണ്, കാർബോഹൈഡ്രേറ്റിന്റെ തന്നെ സ്റ്റോർഡ് ഫോമിനെയാണ് നമ്മൾ സ്റ്റാർച്ച് എന്ന് വിളിക്കുന്നത്. അതായത് ഫോട്ടോസിന്തസിസ് കഴിഞ്ഞതിന് ശേഷം പ്ലാന്റ്സ് എന്ത് ചെയ്യും, അതിന്റെ ഗ്ലൂക്കോസിനെ അതിന്റെ സ്റ്റാർച്ച് രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് വെക്കുന്നു. അപ്പൊ ഈ സ്റ്റാർച്ചിനെ നമുക്ക് ടെസ്റ്റ് ചെയ്യണം. അതായത് സ്റ്റാർച്ച് ഒരു ലീഫിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ലീഫിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട് എന്നാണ്. ഓക്കെ, സ്റ്റാർച്ച് ഒരു ലീഫിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ലീഫിൽ ഫോട്ടോസിന്തസിസ് നടന്ന് കഴിഞ്ഞു എന്നാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം,
ഒരു ലീഫിൽ സ്റ്റാർച്ച് ഉണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലീഫ് എടുക്കുന്നു. ആ ലീഫിനെ, അതായത് ഓൾറെഡി ഒരു നല്ലൊരു ഫ്രഷ് ലീഫ് എടുക്കുക, ആ ലീഫിനെ ബോയിലിംഗ് വാട്ടറിൽ ഇടുന്നു. ബോയിലിംഗ് വാട്ടറിൽ ഇട്ട് ആ സെൽസിനെ ഒന്ന് കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ബോയിലിംഗ് വാട്ടറിൽ ഇടുന്നു. ഓക്കെ, പിന്നീട് എന്ത് ചെയ്യുന്നു, അതിനെ മിഥൈലൈറ്റഡ് സ്പിരിറ്റിൽ വെച്ചിട്ട് നമ്മളൊന്ന് വാട്ടർ ബാത്ത് ചെയ്യുന്നു. വാട്ടർ ബാത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ 6.4 എന്ന് പറയുന്ന ഫിഗറിൽ കാണാൻ പറ്റും. ഒരു ബീക്കർ, അതിനുള്ളിൽ ഒരു ടെസ്റ്റ് ട്യൂബ് വെച്ചിട്ട് അതിനകത്ത് ലീഫ് വെക്കുന്നു. ഓക്കെ, അപ്പൊ ഡബിൾ ബോയിലിംഗ് വരുന്നു. അതിനെയാണ് നമ്മൾ വാട്ടർ ബാത്ത് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു വാട്ടർ ബാത്തിൽ വെച്ചിട്ട് അതിന്റെ ക്ലോറോഫില്ലൊക്കെ റിമൂവ് ചെയ്യുകയാണ്. ക്ലോറോഫിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇലയുടെ ഗ്രീൻ കളർ നഷ്ടപ്പെടുത്തി കളയുക. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ മിഥൈലൈറ്റഡ് സ്പിരിറ്റിൽ വെച്ചിട്ട് അതിനെ വാട്ടർ ബാത്ത് ചെയ്യുന്നത്. സോ അപ്പൊ എന്ത് ചെയ്യും, ആ ലീഫിന്റെ ക്ലോറോഫിൽ എല്ലാം ആ ലീഫിൽ നിന്ന് പോയിട്ട് ആ ലീഫ് ഭയങ്കര ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ ആയിട്ട് മാറും. ഓക്കെ, നല്ല ഹാർഡ് ആയിട്ട് മാറും. ഇനി എന്നാൽ നമുക്ക് ആ ലീഫിന്റെ ഹാർഡ്നെസ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോവാണ്, ആ ലീഫിനെ നമുക്കൊന്ന് സോഫ്റ്റ് ആക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും അതിനെ ഒരു ഹോട്ട് വാട്ടറിലേക്ക് എടുത്തിടുകയാണ്. ഓക്കെ, സോ ആദ്യം നമ്മളൊരു ലീഫ് എടുത്തു, അതിനെ വാട്ടർ ബോയിൽ ചെയ്തു. അപ്പൊ അതിന്റെ ലീഫ് സെൽസ് ഒക്കെ ഡെഡ് ആയി. പിന്നെ മിഥൈലൈറ്റഡ് സ്പിരിറ്റിൽ ഇട്ടിട്ട് വാട്ടർ ബാത്ത് ചെയ്തു. ആ ടൈമിൽ എന്ത് സംഭവിക്കുക, അതിന്റെ കംപ്ലീറ്റ് ക്ലോറോഫിലും പോവും. പിന്നെ അതിനെ ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഹോട്ട് വാട്ടറിൽ ഇടുന്നു. ഓക്കെ, ഇനി സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ അയഡിൻ സൊല്യൂഷൻ, നമ്മൾ നേരത്തെ എടുത്ത ഈ പ്രോസസ്സിംഗ് എല്ലാം ചെയ്ത ലീഫിനെ ഒരു ഡിഷിലേക്ക് എടുത്തിട്ട് വെക്കുക, പെട്രി ഡിഷിലേക്ക് എടുത്ത് വെക്കുക, അതിലേക്ക് അയഡിൻ സൊല്യൂഷൻ ഒഴിക്കുക. അയഡിൻ സൊല്യൂഷന്റെ പ്രസക്തി എന്താണ്? ഓക്കെ, എന്തിനാണ് നമ്മൾ അയഡിൻ സൊല്യൂഷൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, സ്റ്റാർച്ചിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആണ് അയഡിൻ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എവിടെയെങ്കിലും സ്റ്റാർച്ചിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ അയഡിൻ സൊല്യൂഷൻ അതിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ, ഈ അയഡിൻ സൊല്യൂഷൻ ഒഴിക്കുന്നതോടുകൂടി ആ സബ്സ്റ്റൻസ് നല്ല ബ്ലൂ ബ്ലാക്ക് കളറിലാക്കി മാറുന്നു, അല്ലെങ്കിൽ നല്ല ഡീപ്പ് ബ്ലൂ കളറിലേക്ക് മാറുന്നു, നല്ല കടും നീല നിറത്തിലേക്ക് മാറുന്നു. അപ്പൊ അങ്ങനെ മാറിയെങ്കിൽ അതിന്റെ അർത്ഥം ആ സബ്സ്റ്റൻസിൽ സ്റ്റാർച്ച് ഉണ്ട് എന്നാണ്. ഓക്കെ, സോ സ്റ്റാർച്ച് ഉണ്ടോ ഇല്ലയോ എന്നറിയാനാണ് നമ്മൾ ഇത് ആഡ് ചെയ്യുന്നത്. സോ ഒരു പെട്രി ഡിഷിലേക്ക് ആ ലീഫ് വെക്കുന്നു, നമ്മൾ അതിലേക്ക് കുറച്ച് അയഡിൻ സൊല്യൂഷൻ ഒഴിക്കുകയാണ്. സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്ത് നിറത്തിൽ കാണിക്കും, ബ്ലൂ ബ്ലാക്ക് കളറിൽ കാണിക്കും. അതായത് നല്ല കടും നീല അല്ലെങ്കിൽ ഒരു കറുപ്പ് നിറത്തിലായിരിക്കും കാണുന്നത്. ഇൻ കേസ് അതിനകത്ത് സ്റ്റാർച്ച് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ബ്രൗൺ കളറിലായിരിക്കും കാണപ്പെടുന്നത്. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അപ്പം സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ ബ്ലൂ ബ്ലാക്കിലും, സ്റ്റാർച്ച് ഇല്ലെങ്കിൽ ബ്രൗണിലും. ഓക്കെ, സോ ഇപ്പൊ ഇവിടെയുള്ള നമ്മുടെ ലീഫ് ഏത് കളർ ആയിരിക്കും കാണിക്കാൻ ചാൻസ് ഉള്ളത്? ബ്രൗൺ കളർ ആയിരിക്കും. കാരണം നമ്മൾ കംപ്ലീറ്റ്ലി അതിന്റെ സ്റ്റാർച്ചിനെ കളഞ്ഞു. കാരണം അതിന്റെ ക്ലോറോഫിൽ മുഴുവൻ പോയില്ലേ. അപ്പൊ ക്ലോറോഫിൽ അല്ലേ ഫോട്ടോസിന്തസിസ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. അപ്പൊ സോ കംപ്ലീറ്റ്ലി അതിൽ നിന്ന് എന്ത് പോയിട്ടുണ്ട്? സ്റ്റാർച്ച് ഇല്ലാത്ത ലീഫ് എന്ത് കളറെ കാണിക്കുള്ളൂ? ബ്രൗൺ കളറെ കാണിക്കുള്ളൂ. ഓക്കെ, സോ ഇതാണ് ഒരു ഡീസ്റ്റാർച്ചിങ് എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ റിമൂവൽ ഓഫ് സ്റ്റാർച്ച് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി നമ്മൾ മറ്റൊരു എക്സ്പെരിമെന്റിലേക്ക് പോവാണ്. To show that chlorophyll is necessary for photosynthesis. ഫോട്ടോസിന്തസിസിന് ക്ലോറോഫിൽ വളരെയധികം എസെൻഷ്യൽ ആണ് എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. ഇവിടെയും നമ്മൾ ചെയ്യുന്നത് സെയിം പ്രോസസ് ആണ്. ഒരു ലീഫ് എടുക്കുന്നു, അതിനെ ഡീസ്റ്റാർച്ച് ചെയ്യുന്നു. ഓക്കെ, ഡീസ്റ്റാർച്ച് ചെയ്തിട്ട് അതിനെ നമ്മൾ കുറച്ചു നേരം ഡാർക്ക് റൂമിൽ വെക്കുന്നു. അതായത് ഫോട്ടോസിന്തസിസ് നടക്കാൻ പാടില്ല, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇരുട്ടുള്ള റൂമിൽ വെക്കുന്നത്. അപ്പോൾ ഉള്ള സ്റ്റാർച്ചിനെ കളഞ്ഞു ഡാർക്ക് റൂമിൽ വെക്കുന്നു. അപ്പൊ രണ്ടാമത്തെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്, നമ്മൾ ക്ലോറോഫിലിന്റെ പ്രസൻസ് ആണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ലീഫ് എടുക്കുക, ഡീസ്റ്റാർച്ച് ചെയ്യുക. ഇങ്ങനെ ഡീസ്റ്റാർച്ച് ചെയ്ത ലീഫിനെ നമ്മൾ ഒരു ഡാർക്ക് റൂമിൽ വെക്കുന്നു, കുറച്ച് നേരം ഡാർക്ക് റൂമിൽ വെക്കുന്നു, അല്ലെങ്കിൽ 1-2 ദിവസം ഡാർക്ക് റൂമിൽ വെക്കുന്നു. അപ്പൊ കംപ്ലീറ്റ് സ്റ്റാർച്ചും പോയി കിട്ടും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും അതെടുത്ത് സണ്ണിന്റെ ഉള്ളിലേക്ക് എന്താ പറയാ സൂര്യപ്രകാശം കാണിക്കുകയാണ്. ഓക്കെ, ഫോട്ടോസിന്തസിസ് നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് നമ്മൾ ഒരു ലീഫ് അതിൽ നിന്ന് എടുത്ത് അതിൽ ക്ലോറോഫില്ല് വ്യക്തമായി കാണുന്ന സ്ഥലത്ത് നമ്മൾ ഒന്ന് ട്രേസ് ചെയ്യാണ് പേപ്പറിൽ വെച്ചിട്ട്. ആ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ, വളരെ സിമ്പിൾ എക്സ്പെരിമെന്റ് ആണ്. ഫിഗറിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ഗ്രീൻ കളേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലോറോഫിൽ ഉള്ള പോർഷൻസ് നമ്മളൊന്ന് ഫിഗർ ഔട്ട് ചെയ്യാണ്. അങ്ങനെ ഫിഗർ ഔട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ സ്റ്റാർച്ച് ടെസ്റ്റ് ചെയ്യാണ്. അങ്ങനെ സ്റ്റാർച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, എവിടെയാണോ കാർബോഹൈഡ്രേറ്റ് ഉണ്ടായിട്ടുള്ളത്, അതായത് ക്ലോറോഫിൽ ഉണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാകൂ, ഫോട്ടോസിന്തസിസ് നടക്കൂ. ഫോട്ടോസിന്തസിസ് നടന്നെങ്കിലേ സ്റ്റാർച്ച് പ്രൊഡ്യൂസ് ചെയ്യൂ. അങ്ങനെ സ്റ്റാർച്ച് പ്രൊഡ്യൂസ് ചെയ്തിടത്ത് മാത്രമേ നമ്മൾ അയഡിൻ സൊല്യൂഷൻ ഒഴിക്കുമ്പോൾ ബ്ലൂ കളറിൽ കാണും. ഓക്കെ, അല്ലാത്ത സ്ഥലത്ത് എന്ത് കാണും, ബ്രൗൺ കളറിൽ കാണും. ഓക്കെ, സോ ക്ലോറോഫിലിന്റെ ഒരു പ്രസൻസ് ടെസ്റ്റ് ചെയ്യുന്ന എക്സ്പെരിമെന്റ് ആണ് ആ കൊടുത്തിരിക്കുന്നത്. ഇനി പറയുന്ന മറ്റൊരു എക്സ്പെരിമെന്റ്, ടു ഷോ ദാറ്റ് സൺലൈറ്റ് ഇസ് നെസസറി ഫോർ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിന് സൺലൈറ്റ് നെസസറി ആണോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കുകയാണ്. അതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. ഡീസ്റ്റാർച്ച്ഡ് ലീഫ് എടുക്കുക. ഏത് എക്സ്പെരിമെന്റ് ചെയ്യുമ്പോഴും നമ്മൾ ഡീസ്റ്റാർച്ച്ഡ് ലീഫ് വേണം എടുക്കാൻ. കാരണം ഓൾറെഡി അതിനകത്ത് സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ നമുക്ക് ആക്യുറേറ്റ് റിസൾട്ട് കിട്ടത്തില്ല. അപ്പൊ സ്റ്റാർച്ച് ഒന്നും ഇല്ലാത്ത ഒരു ലീഫ് വേണം, അല്ലെങ്കിൽ ഡീസ്റ്റാർച്ച് ചെയ്ത ലീഫ് വേണം നമ്മൾ എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട്.
സോ ഡീസ്റ്റാർച്ച്ഡ് ആയിട്ടുള്ള ഒരു ലീഫ് എടുക്കുന്നു, അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ചിത്രത്തിൽ ആ ഫിഗറിൽ കാണുന്ന പോലെ ഒരു ബ്ലാക്ക് പേപ്പറിൽ പ്രത്യേക ഡിസൈനിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ വെക്കുകയാണ്. ഓക്കെ, അങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു പോർഷനിൽ മാത്രം, അതായത് ആ ഒരു ബ്ലാക്ക് കളർ മറഞ്ഞിരിക്കുന്ന പോർഷനിൽ മാത്രം സൺലൈറ്റ് അടിക്കാത്ത രീതിയിൽ നമ്മൾ ലൈറ്റിൽ കൊണ്ടുവെക്കുകയാണ്. അപ്പൊ ബാക്കി ആ കാണുന്ന ഗ്രീൻ കളറുടെ പോർഷനിൽ മാത്രം സണ്ണിനെ ലൈറ്റ് അടിക്കുന്നു, അവിടെ മാത്രം ഫോട്ടോസിന്തസിസ് നടക്കുന്നു. ഓക്കെ, സോ അതിനുശേഷം എന്ത് സംഭവിക്കും, നമ്മൾ ഈ അയഡിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ സൺലൈറ്റ് അടിച്ച ഭാഗത്ത് മാത്രം സ്റ്റാർച്ച് പ്രൊഡ്യൂസ്ഡ് ആയിരിക്കുന്നത് കാണാൻ പറ്റും. അതായത് അയഡിൻ സൊല്യൂഷൻ ഒഴിക്കുമ്പോൾ സൺലൈറ്റ് വീണ ഭാഗം മാത്രം ബ്ലൂ കളറിൽ കാണും, നമ്മൾ പൊതിഞ്ഞ് കവർ ചെയ്ത് വെച്ചിരുന്ന ഭാഗം മാത്രം ബ്രൗൺ കളറിൽ കാണാം. ഓക്കെ, സോ ഈ ഒരു എക്സ്പെരിമെന്റിൽ നമുക്ക് മനസ്സിലാക്കാം സൺലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഫോട്ടോസിന്തസിസ് നടക്കൂ എന്നുള്ളത്. ഓക്കെ, ഇനി മറ്റൊരു എക്സ്പെരിമെന്റ് ആണ്, ടു ഷോ ദാറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് നെസസറി ഫോർ ഫോട്ടോസിന്തസിസ്. കാർബൺ ഡൈ ഓക്സൈഡ് ഫോട്ടോസിന്തസിസിന് നെസസറി ആണ് എന്ന് കാണിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. നമ്മളൊരു ഡീസ്ചാർജ്ഡ് ലീഫ്, ആസ് യൂഷ്വൽ ഡീസ്ചാർജ്ഡ് ആയിട്ടുള്ള ലീഫ് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിന്റെ പകുതി ഭാഗം നമ്മളൊരു കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ഇൻസേർട്ട് ചെയ്യാണ്. ഓക്കെ, കോണിക്കൽ ഫ്ലാസ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ലാബിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ, അതിന്റെ അറ്റം വളരെ നാരോ ആയിട്ടുള്ള ഫ്ലാസ്ക് ആണ് കോണിക്കൽ ഫ്ലാസ്ക്. ആ കോണിക്കൽ ഫ്ലാസ്കിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ലീഫ് ഇൻസേർട്ട് ചെയ്യാണ്, മുഴുവനുമായിട്ടും അല്ല, അതിന്റെ പകുതി പോർഷൻ മാത്രം. അങ്ങനെ പകുതി എന്താ പറയാ ഇൻസേർട്ട് ചെയ്തിട്ട് അതിന്റെ ഉള്ളിലായിട്ട് നമ്മൾ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഇട്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ, ഉള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതായത് ഉള്ളില് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഉള്ളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ മുഴുവൻ ഈ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അബ്സോർബ് ചെയ്തെടുക്കുന്നു. അപ്പോൾ കോണിക്കൽ ഫ്ലാസ്കിന്റെ ഉള്ളിൽ ഇപ്പം കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ല, പക്ഷേ ആ ലീഫിന്റെ ബാക്കി പാർട്ട് പുറത്തേക്ക് കിടക്കുകയാണ്. അതിന്റെ ചുറ്റും നമ്മൾ ആ ഫ്ലാസ്കിന് ചുറ്റും നമ്മൾ കവർ ചെയ്യുന്നു, നല്ല പെർഫെക്റ്റ് ആയിട്ട് കവർ ചെയ്യുന്നു, ഗ്യാസസ് ഒന്നും ഉള്ളിലേക്ക് കടക്കാതെ. അപ്പൊ കുറെ നേരം ഇത് എന്നിട്ട് സൺലൈറ്റിന്റെ കീഴിൽ വെക്കുന്നു. അപ്പൊ ആഫ്റ്റർ എ സർട്ടൻ ടൈം ഫോട്ടോസിന്തസിസ് നടക്കും. ആ സമയം പുറത്തുള്ള ലീഫിൽ എന്ത് സംഭവിക്കാം, ഫോട്ടോസിന്തസിസ് നടന്നിട്ടുണ്ടാകാം, കാരണം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായേക്കാം. അയഡിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് ആ കളറിൽ കാണിക്കാം. എന്നാൽ അകത്ത ഭാഗത്ത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ആബ്സെൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഇത് പറയുന്ന പോലെ ഇത് കാണണം എന്നില്ല. ഓക്കെ ആണല്ലോ. സോ ഇതാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രസൻസ് കാണിക്കാനുള്ള ഒരു ഫോട്ടോസിന്തസിസ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഈ സെയിം എക്സ്പെരിമെന്റ് തന്നെയാണ് നിങ്ങൾക്ക് താഴെ അവിടെ ആ ഫിഗറൈസ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ആ ഫിഗറിൽ നിന്ന് തന്നെ വ്യക്തമാണ്, അകത്തോട്ട് വെച്ചിരുന്ന പാർട്ടിൽ സ്റ്റാർച്ച് പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, എന്നാൽ പുറത്തോട്ട് വെച്ച പാർട്ടിൽ സ്റ്റാർച്ച് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അത് വളരെ നമുക്ക് നന്നായിട്ട് തന്നെ അതിൽ ആ ഒരു ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഒരു എക്സ്പെരിമെന്റിലൂടെ പറയുന്നത് ഓക്സിജൻ റിലീസ് ആകുന്നുണ്ട്, ഫോട്ടോസിന്തസിസിന്റെ റിസൾട്ട് ആയിട്ട് ഓക്സിജൻ റിലീസ്ഡ് ആകുന്നുണ്ട് എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. ഇവിടെ പറയുന്നത് ചില വാട്ടർ പ്ലാന്റ്സിനെ എടുക്കുക, എന്നിട്ട് അതൊരു ബീക്കറിലേക്ക് എടുക്കുക, കണ്ടെയ്നിങ് പോണ്ട് വാട്ടർ ആൻഡ് കവർ ദം ബൈ എ ഷോർട്ട് സ്റ്റെംഡ് ഫണൽ. അതായത് നിങ്ങൾക്ക് ആ ഒരു ഫിഗറിൽ നോക്കാം, ഏകദേശം ഫിഗർ പേജ് നമ്പർ 76, ഫിഗർ 6.8. 6.8 എന്ന് പറയുന്ന ഫിഗറിൽ നോക്കിയാൽ അതേപോലെ ഒരു എന്താ പറയാ അതേപോലത്തെ അറേഞ്ച്മെന്റ് ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. ഒരു വലിയ ബീക്കർ എടുക്കുക, അതിനുള്ളിൽ ഒരു വാട്ടർ പ്ലാന്റ് ലൈക്ക് ഹൈഡ്രില്ല ഒരു വാട്ടർ പ്ലാന്റ് വെക്കുക, എന്നിട്ട് അതിനുള്ളിൽ ഒരു ഇൻവേർട്ടഡ് ഫണൽ വെക്കുക, അതിനുള്ളിൽ ഒരു ടെസ്റ്റ് ട്യൂബ് വെക്കുക. ഓക്കെ, സോ കുറെ നേരം ഇത് സൺലൈറ്റിൽ വെക്കുമ്പോൾ സൺലൈറ്റിന്റെ പ്രസൻസിൽ ഫോട്ടോസിന്തസിസ് നടക്കും. എവിടെ, ഹൈഡ്രില്ലയിൽ ലൈറ്റ് ഈസിലി പെനിട്രേറ്റഡ് ആവും. ഓക്കെ, സോ ഫോട്ടോസിന്തസിസ് നടക്കും. അങ്ങനെ ഫോട്ടോസിന്തസിസ് നടന്നു കഴിഞ്ഞാൽ അവിടെ ഓക്സിജൻ പ്രൊഡ്യൂസ്ഡ് ആകും. സോ അത് കോമ്പാക്ട്ലി പാക്ഡ് ആയതുകൊണ്ട് തന്നെ ഈ ഓക്സിജൻ പുറത്തേക്ക് പോകില്ല, പകരം ആ ടെസ്റ്റ് ട്യൂബിന്റെ ഉള്ളിൽ തന്നെ നിൽക്കും. സോ അവിടെ ബബിൾസ് ഉണ്ടാകും. ഓക്കെ, ബബിൾസ് ഉണ്ടാകുന്നു. നമ്മൾ ആ ടെസ്റ്റ് ട്യൂബ് അതേപോലെ എടുത്ത് ജസ്റ്റ് ഒരു ഗ്ലോയിങ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളൊന്ന് ഒരു കത്തിക്കാൻ നോക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യും, ഓക്സിജന്റെ പ്രസൻസിൽ അവിടെ സ്പാർക്കിൾസ് ഉണ്ടാകും. ഓക്കെ, കാരണം കത്താൻ സഹായിക്കുന്ന ഗ്യാസ് ആണ് ഓക്സിജൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് പ്രൊഡ്യൂസ് സ്പാർക്കിൾസ്. സോ ഇങ്ങനെയാണ് ഓക്സിജന്റെ പ്രസൻസും നമ്മൾ ഫോട്ടോസിന്തസിസിൽ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. സോ ഇത്രയുമാണ് ഫോട്ടോസിന്തസിസിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന എക്സ്പെരിമെന്റ്സ് എന്ന് പറയുന്നത്. സോ ഇത്രയും ഒന്ന് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാം. ഓക്കെ, സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണ്, what are the important factors affecting photosynthesis, external factors and internal factors, and also what are the experiments we conducted to test the important requirements for photosynthesis. Okay, thank you.